സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. വലിയ പ്രത്യാശയുടെ ഒരു വെളിപ്പെടുത്തലാണ് യേശുവിൻ്റെ ഉത്ഥാനം. യേശു മരിച്ചുയർത്തിന്ന് ലോകമെമ്പാടും ഈസ്റ്റർ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു നമുക്ക് വേണ്ടി ഒരിക്കലും ഇല്ലാത്തതുപോലെ നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെ ചിന്തിച്ചതിനേക്കാൾ 2025 വലിയ പ്രത്യാശയോടെ, കാരണം ലോകമെമ്പാടും കലഹങ്ങളും അസ്വസ്ഥതകളും ജാതികൾ, ജനതകൾ, രാജ്യങ്ങൾ, കുടുംബങ്ങൾ, സഭയുടെ ഉള്ളിൽ എല്ലായിടത്തും അസ്വസ്ഥതകളും പ്രശ്നങ്ങളും നടക്കുമ്പോൾ യേശു മരിച്ചുയർത്തത് ഇതിനെയൊക്കെയും അതിജീവിച്ചുകൊണ്ട് ആ ഒരു വലിയ വെളിപ്പെടുത്തലാണ്, സന്ദേശമാണ്. യേശു കുരിശിൽ മരിച്ചപ്പോൾ സാത്താനെ പരാജയപ്പെടുത്തി. അല്ലെങ്കിൽ യേശുവിൻ്റെ ശരീരത്തിലുള്ള മരണം, പക്ഷെ അവൻ ആത്മാവില് വിജയം വരിച്ചുകൊണ്ടാണ്. ഒരു നിമിഷം പോലും യേശുവിനെ കീഴ്പ്പെടുത്താൻ സാത്താന് കഴിഞ്ഞില്ല. ആത്മീയമായിട്ട് നമ്മൾ പലപ്പോഴും ചിന്തിച്ചതാണ്. അതായത് ദൈവികമായ യേശുവിന് ദൈവികത എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ളിലെ സ്നേഹമാണ്. ദൈവം സ്നേഹമാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു. യോഹന്നാൻ സ്ലീഹ 1 യോഹന്നാൻ 4:8-4 പറഞ്ഞു, ദൈവം സ്നേഹമാണ്. അപ്പൊ യേശുവിന്റെ ഉള്ളിലെ സ്നേഹം എടുത്തു മാറ്റിയാൽ യേശുവിന്റെ ദൈവികത നഷ്ടപ്പെടുത്താമെന്ന് സാത്താൻ വിചാരിച്ചു. നമ്മളിലും അങ്ങനെയാണ്. സഭയിലായിരിക്കും, ലോകത്തിലായിരിക്കും, നമ്മുടെ ഉള്ളിൽ സ്നേഹം നഷ്ടപ്പെട്ടാൽ നമ്മുടെ ഉള്ളിലെ ദൈവിക ശക്തി ഇല്ലാതാകും. നമ്മുടെ ഉള്ളിലെ സ്നേഹം, പരസ്നേഹവും ദൈവസ്നേഹവും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളിലെ ദൈവിക ശക്തി ഇല്ലാതാവുകയാണ്. സാത്താൻ എന്ന് പ്രവർത്തിക്കുന്നതും അങ്ങനെയാണ്. ഇപ്പൊ പറഞ്ഞതുപോലെ കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും അല്ലെ, കുടുംബാംഗങ്ങൾ തമ്മിൽ, ബന്ധുക്കൾ തമ്മിൽ, സഭയുടെ ഉള്ളിൽ വിശ്വാസികൾ തമ്മിൽ, രാജ്യങ്ങൾ തമ്മിൽ, ജനതകൾ തമ്മിൽ. യേശു ലോക അവസാനത്തെക്കുറിച്ച് യേശു മത്തായി 24 പറഞ്ഞ ഒരു വാക്യമുണ്ട്. ലോകാവസാനം എന്തായിരിക്കും ചോദിച്ചപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ ഒരു കാര്യം പറഞ്ഞാണ്, രാജ്യം രാജ്യത്തിന് എതിരായും ജനം ജനത്തിനെതിരായും തിരിയും എന്ന് പറയുമ്പോൾ സ്നേഹമില്ലാതാകുകയാണ് ലോകത്തിൽ. വേറൊരു തീശുണ്ട്, ഒരു കുടുംബത്തിൽ 5 പേരുണ്ടെങ്കിൽ 3 പേർ 2 പേർക്കെതിരായും 2 പേർ 3 പേർക്കെതിരായും തിരിയും. മക്കൾ മാതാപിതാക്കളെ വധിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊല്ലും കൊലയുമായി. ലോകമോഹങ്ങൾക്ക് വേണ്ടിയാണ്, പണത്തിന് വേണ്ടിയായിരിക്കാം, അല്ലെ മദ്യം കഴിച്ചിട്ടായിരിക്കാം, ലഹരി കഴിച്ചിട്ടായിരിക്കാം. ഇന്ന് ലോകത്തിൽ നമ്മുടെ കൺമുമ്പിൽ ഇപ്പോൾ നടക്കുന്നതല്ലേ ഇതിന്. അപ്പൊ ദൈവരാജ്യത്തിന്റെ കാര്യം മുമ്പിൽ വരുമ്പോഴാണ് ഇതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കും. ദൈവരാജ്യത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി നമ്മളുള്ള ഒരു വ്യക്തിയിലുള്ളപ്പോൾ മാത്രമേ ആ വ്യക്തിക്ക് ഈ ഇങ്ങനെയുള്ള അവസ്ഥയെ അതിജീവിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചത് വചനത്തിലൂടെ. ഇന്നത്തെ സുവിശേഷം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ 1 തൊട്ടുള്ള സന്ദേശം ഇതാണ്: ശൂന്യമായ കല്ലറ. നമ്മൾ ഇന്നലെ വരെയൊക്കെ ചിന്തിച്ചത് യേശുവിനെ കല്ലറയിൽ അടക്കി, അല്ലെ? ഇതൊക്കെ ശനിയാഴ്ചയൊക്കെ നമ്മൾ അടക്കം കഴിഞ്ഞുള്ള യേശുവിൻ്റെ ഉത്ഥാനത്തിന് മുമ്പുള്ള ആ ആചരണമൊക്കെ നടത്തി, പ്രാർത്ഥനയൊക്കെ ആയിട്ട്. ഈ അല്ലെങ്കിൽ ഇന്ന് ഈസ്റ്റർ ഞായറാഴ്ച ദിവസത്തെ സന്ദേശം ഇതാണ്: അവനെ അടക്കിയ കല്ലറ ശൂന്യമായി കിടക്കുന്നു. 20 യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 1. ഇത് ലോകം മുഴുവനുള്ള സകല മനുഷ്യർക്കും വേണ്ടിയാണ്. വലിയ പ്രത്യാശ നൽകുകയാണ്, അല്ലെ? ബാക്കി ആരുടെയൊക്കെ കല്ലറ, ഫറവോടെ വരെ പിരമിഡ് തുറന്നപ്പോൾ അതിനകത്ത് അവൻ്റെ മമ്മി ഭായിയുടെ ആയിട്ടുള്ള ബോഡി അനേകരുടെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ യേശുവിന്റെ കല്ലറയിൽ 3-ാം ദിവസം ചെന്നപ്പോൾ ആ കല്ലറ ശൂന്യമായിരുന്നു. അവന്റെ ശരീരം പൊതിഞ്ഞിരുന്ന വസ്ത്രങ്ങൾ അവിടെ ചുരുട്ടി ഒരു മൂലയ്ക്ക് മാറ്റി വെച്ചിരുന്നു. ഇന്നലത്തെ സംഭവം നമുക്കറിയാം. ഭക്തസ്ത്രീകള് അവന്റെ ശരീരം പെട്ടെന്ന് അടക്കിയതുകൊണ്ട്, ശാബത്തായതുകൊണ്ട്, ആചരണത്തിന് മുമ്പ് അവിടെ അടക്കിയതുകൊണ്ട്, സുഗന്ധലേപനവും നടത്താതിരുന്നുകൊണ്ട് ഭക്തസ്ത്രീകൾ യേശുവിൻ്റെ കല്ലറയിൽ ചെന്ന് ആര് കല്ല് ഉരുട്ടി മാറ്റി, കാവൽക്കാരൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുരുട്ടി എന്ന് മാറ്റി ഈ ലേപനം, സുഗന്ധലേപനം ശരീരം നടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ ചെല്ലുമ്പോഴാണ് ആ കല്ലറയും അവിടെ കാവൽക്കാർ ഇല്ല, കല്ലറയുടെ വാതിൽ വലിയ കല്ല് ഉരുട്ടി മാറ്റി വെച്ചിരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ അവിടെ കടന്നപ്പോൾ അവിടെ 2 വെള്ളവസ്ത്രം ധരിച്ച ദൂതന്മാർ അവരോട് പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. ഇന്ന് അപ്പോസ്തലർ ശിഷ്യന്മാർ തന്നെ പോയി മനുഷ്യവർഗം മുഴുവനോടും ഇന്നത്തെ സന്ദേശം ഇതാണ്: യേശുവിനെ വെച്ച കല്ലറ ശൂന്യമായി, അല്ലെങ്കിൽ അവൻ അവിടെയില്ല, അവൻ ഇന്നും ജീവിക്കുന്നു എന്നാണ്. അതായത്
ഇന്നലെ പറഞ്ഞത് അവനെ എന്തിനാണ് മരിച്ചവരുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നവനെ എന്തിനാണ് അന്വേഷിക്കുന്നതെന്നായിരുന്നു ഇന്നലെ ദൂതന്മാർ സ്ത്രീകളോട് പറഞ്ഞത്. ഇന്ന് ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ പോകുക, എനിക്ക് മുമ്പേ ശിക്ഷ കഴിഞ്ഞിട്ട് അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നൊക്കെ പറയുന്ന ഒരു വെളിപ്പെടുത്തലിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ വായന. അപ്പൊ അവന്റെ കല്ലറ ശൂന്യമാണ്. അവന്റെ കല്ലറയിൽ അവന്റെ അസ്ഥിപഞ്ജരമോ ഒന്നുമില്ല. അവൻ മരിച്ച ആത്മാവില് അവൻ ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേറ്റു. കാരണം അവൻ നമുക്ക് വേണ്ടിയാണ്. മനുഷ്യവർഗത്തിന്റെ ഉത്ഥാനമാണ്, മനുഷ്യവർഗത്തിന്റെ പാപത്തിൽ നിന്നുള്ള ഉയർപ്പാണ് അവന്റെ ഉത്ഥാനം, ഈസ്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ അറിയേണ്ടതാണ്. നമ്മുടെ ഇന്നത്തെ സന്തോഷം വീണ്ടും നമ്മൾ കുറെ കൂടെ മദ്യം കഴിച്ച് വീണ്ടും നമ്മൾ സന്തോഷിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി നമ്മുടെ ആത്മാവിന് ഹാനികരമായ ഒന്നും വരുത്താതെ നമ്മൾ ഇപ്പോൾ നമുക്ക് ഇന്ന് ഈ 50 നോമ്പിലൂടെ 40 നോമ്പിലൂടെ കടന്നുപോയപ്പോൾ നല്ലൊരു കുമ്പസാരം കഴിഞ്ഞ് നമ്മൾ വീണ്ടെടുത്ത ആ ക്രിസ്തീയമായ കാഴ്ചപ്പാടല്ലേ, ആ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകാതെ ഇനിയും നമ്മൾ അവനെ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ മുഴുകുന്ന പാപം ചെയ്യാതെ എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിൽ ദൈവം വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് വസിക്കുന്ന ഒരവസ്ഥയിൽ നാം ആയിരിക്കണം. നമ്മൾ എപ്പോഴാണ് മരിക്കുന്നത് നമുക്ക് അറിയാത്തത് കൊണ്ട് ഇനിയും മരണം വരെയും വിശുദ്ധി ജീവിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ്. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനോട് ചേർന്ന് ക്രിസ്തുവിന്റെ ആത്മാവ്, പരിശുദ്ധ ആത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിത്യജീവനിലേക്ക് പോകാൻ പറ്റൂ. ഇന്ന് ക്രിസ്മസിന്റെ ഈസ്റ്ററിന്റെ ആശംസകളൊക്കെ പരസ്പരം കൈമാറുമ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒരു സന്ദേശം എൻ്റെ കസിൻ ബാംഗ്ലൂർ, എൻ്റെ അമ്മയുടെ അനിയത്തി രമണി ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഞാൻ അങ്ങോട്ട് മറുപടിയായിട്ട് വന്ന് യേശു ക്രിസ്തു മരിച്ചുയർത്തു എന്ന് പറയും. അവളെനിക്ക് വായിച്ച മറുപടി ഇതായിരുന്നു. എൻ്റെ ഏകദേശം പ്രായമാണ്, 2 വയസ്സ് കുറവുണ്ട്. അപ്പോൾ എന്നോട് ഇന്ന് പറഞ്ഞ സന്ദേശം ഇതാണ്, അതായത് അവൻ മരിച്ചുയർത്തി ഇന്ന് ഇപ്പോൾ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട് എന്ന്. ശരിക്കും നമ്മളത് ചിന്തിക്കുന്നു. അവൻ മരിച്ചുയർത്ത് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ഇടയിൽ നടക്കുന്ന കർത്താവാണെന്ന് വളരെ ആത്മീയമായിട്ട് ചിന്തിക്കുക. നമ്മൾ ഈസ്റ്റർ കഴിഞ്ഞിട്ട് അവനെ മറന്നിട്ട് നമ്മൾ ലോകമോഹങ്ങളിലേക്ക് പോയി ഇന്ന് പല കാര്യങ്ങളും ഈ നോയമ്പൊക്കെ കഴിഞ്ഞ് ഇനി പഴയ പോലെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടയിൽ നടക്കുന്ന വ്യാപരിക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ കണ്ടുകൊണ്ട് ജീവിതം വിശുദ്ധമായി സൂക്ഷിക്കാനുള്ള ഒരു വെളിപ്പെടുത്തലൂടെയാണ് നമുക്ക്. ശൂന്യമായ കല്ലറാണ് അല്ലേ. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിന് സമീപത്തേക്ക് വന്ന് ശവകുടീരത്തിന്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. അവൾ ഉടനെയും ഓടി ശിമയോൻ പത്രോസിന്റെയും യേശുവെ സ്നേഹിക്കുന്ന മറ്റു ശിഷ്യന്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. ശരീരം കാണാഞ്ഞിട്ട് അവർക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്. എന്നാൽ അവനെ അവർ എവിടെ വെച്ചു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോടുകൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി. അവർ ഇരുവരും ഒരുമിച്ച് ഓടി. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗത്തിലോടി. യോഹന്നാൻ എന്ന് എഴുതിയില്ല, മറ്റേ ശിഷ്യൻ യോഹന്നാൻ തന്നെയാണ്. യേശുവിനുള്ള സ്നേഹത്തില് പത്രോസിനേക്കാൾ ഓടി മുമ്പിൽ ചെന്ന് കല്ലറയുടെ വാതിൽ. പക്ഷെ ഒരു കാര്യം, ഇത് വലിയൊരു മേഖലയാണ്, നമ്മുടെ ഈ സഭയുടെ ഒരു മേഖലയാണ്. അതായത് ഈ യോഹന്നാൻ ഓടി, ചെറുപ്പക്കാരനായതുകൊണ്ട് പത്രോസിനേക്കാളുള്ള സ്പീഡിൽ ഓടി, യേശുവിനോട് സ്നേഹം ഉണ്ടായിരുന്നുകൊണ്ട് ഇത് അവനെയൊന്നും അവനോട് ഉണ്ടോ, അവൻ മരിച്ചുയർത്തുന്ന പ്രത്യാശ, അത് ഓടി കല്ലറയുടെ അടുക്കൽ ആദ്യം ചെന്നു. പിന്നെ കൂടുതൽ വേഗം ഓടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി. കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു. എങ്കിലും അവൻ അകത്തു പ്രവേശിച്ചില്ല. ഇത് പേടിയായിട്ടൊന്നുമല്ല, അത് സഭയുടെ തലവനായ പത്രോസ് പുറകെ വരുന്നേ ഉള്ളൂ. വലിയൊരു മേഖലയാണ്. അപ്പൊ സഭ അംഗീകരിക്കുന്ന ചില മേഖലകളുണ്ടല്ലോ. നമ്മളിന്ന് കത്തോലിക്ക സഭ അംഗീകരിക്കുന്ന ചില കാര്യങ്ങളാണ്, സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച കാര്യങ്ങളാണ് നമ്മളിന്ന് പ്രഘോഷിക്കുന്നത്. അതറിയണം, ചുമ്മാ ഒന്നുമല്ല. നമുക്ക് പല ബോധ്യങ്ങളുണ്ട്. ഈ യോഹന്നാൻ അവിടെ നിന്ന്, പക്ഷെ പത്രോസ് ഒന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അവന്റെ പിന്നാലെ വന്ന ശിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല കച്ചയോടുകൂടെ അല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യമെത്തിയ മറ്റേ ശിഷ്യനും അവന്റെ പുറകെ അകത്ത് പ്രവേശിച്ച് കണ്ടു വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു എന്ന തിരുവെഴുത്ത്, ഇത് പ്രവചനങ്ങളാണല്ലോ. തിരുവെഴുത്ത് ഉയർത്തെഴുന്നേൽക്കിയിരിക്കുന്ന തിരുവെഴുത്ത് അവർ അതുവരെയും മനസ്സിലാക്കിയിരുന്നില്ല. ഇതായിരുന്നു
യേശു പലപ്പോഴായിട്ട് പറഞ്ഞില്ലേ, ഞാൻ മരിച്ച് അടക്കപ്പെട്ട് അല്ലേ, 3 പ്രാവശ്യമായിട്ട് യേശു ജീവിച്ചിരിക്കുമ്പോൾ ജെറുസലമിലേക്ക് പോകുമ്പോൾ പറയുന്നുണ്ട് തൻ്റെ മരണത്തെക്കുറിച്ചുള്ള പ്രവചനം. അതൊന്നും അവർ വിശ്വസിച്ചില്ല. നീ അങ്ങനെ മരിക്കാനുള്ളവരാണെന്നൊക്കെ പത്രോസ് പറഞ്ഞപ്പോൾ സാത്താനിൽ നിന്നൊക്കെ യേശു പത്രോസിനെ ശകാരിക്കുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് മനസ്സിലായി ഇതൊക്കെയാണ് അവൻ പറഞ്ഞിരുന്നത്. അവൻ മരിച്ച് ഉയർത്തെഴുന്നേക്കുമെന്നുള്ള തിരുവെഴുത്ത് അല്ലെങ്കിൽ യേശു പറഞ്ഞതൊക്കെ അവർക്കപ്പോൾ അതുവരെയും ഇപ്പോൾ അവർക്ക് ഏതാണ്ടൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അനന്തരം അവർ ശിഷ്യന്മാർ മടങ്ങിപ്പോയി. വലിയ സന്തോഷത്തിലാണ് മടങ്ങിപ്പോയത്. ഇന്നത്തെ ചിന്തയാണ്. വിശേഷം നമ്മുടെ 2ാമത്തെ വായനയിൽ നിന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഓർപ്പിക്കുന്ന ഇതാണ്. യേശു വിജാതീയനായ അല്ലെ, നമ്മള് ഇന്നത്തെ വലിയ പ്രഘോഷണം ഇതാണ്. ഡിവൈൻ മേഴ്സിയുടെ തിരുനാൾ അടുത്ത ഞായറാഴ്ച, കരുണയുടെ തിരുനാൾ അടുത്ത ഞായറാഴ്ച ആചരിക്കുമ്പോൾ അതിനുള്ള ആ ദിവസത്തെ നമ്മൾ കരുണയുടെ പ്രാർത്ഥനയിലൂടെയൊക്കെ നാം കടന്നു പോകുന്ന ഈ ആഴ്ച നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിക്കാൻ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഈ കരുണ? നമ്മളോട് മാത്രമല്ല, ക്രിസ്ത്യാനികളോട് മാത്രമല്ല, എല്ലാ ജാതി മതങ്ങൾക്കും ഉള്ള സകല മനുഷ്യർക്കും വേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് വന്നത് എന്ന ആ ഒരു വെളിപ്പെടുത്തൽ കർത്താവ് തന്നെ അതിനിടയാക്കുകയാണ്. എന്നോ അപ്പസ്തോലർ 10 നമ്മൾ കാണുന്നുണ്ട്. പന്തക്കോസ്തായ്ക്ക് ശേഷമാണ് യേശുവിൻ്റെ ഉത്ഥാനവും സ്വർഗാരോഹണവും കഴിഞ്ഞ് പന്തക്കോസ്തായൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് ഈ ശിഷ്യന്മാരെ പ്രേരിപ്പിച്ച് എന്താ എല്ലാവരോടും പോയി പറയാൻ. യേശു ആദ്യം പറഞ്ഞത് ഇപ്പോഴാണ് മനസ്സിലായത്. ലോകമെങ്ങും പോയി സകല ജാതികളോടും സകല ജനതകളോടും എല്ലാ മതത്തിലുള്ളവരോടും പോയി പറയാൻ യേശു ആദ്യമായ ഒരാളെ മരിച്ചു, അത് നിങ്ങൾക്ക് വേണ്ടിയാണ് യേശു വെളിപ്പെടുത്തിയതാണിത്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജാതികളോടും ഈ സദ്വാർത്ത സുവിശേഷം അറിയിക്കണം. അവർക്ക് വേണ്ടി കൂടിയാണ് യേശു മനുഷ്യനായ ഭൂമിയിൽ വന്നതെന്നും അവരുടെയും പാപങ്ങളെ വഹിച്ചുകൊണ്ട് കുരിശിൽ മരിച്ചിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റ്, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യാശയുണ്ട്. ഇതൊരു വെളിപ്പെടുത്തൽ. അത് നിങ്ങൾ മതം മാറണോ ഒന്നും പറഞ്ഞില്ല. ഒറ്റ വാക്യമുള്ളൂ, യേശു നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് കുരിശിൽ മരിച്ചത്. യേശു നിങ്ങളുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു എന്ന് മറ്റുള്ളവരോട് പറയുവാനുള്ള ഒരു മനോഭാവം നമുക്ക് ഇന്ന് അത് സാത്താൻ എടുത്തു മാറ്റിയിരിക്കല്ലേ. എന്തെല്ലാം പ്രശ്നങ്ങളാ. ഒരാൾക്ക് മറ്റൊരാളെ കണ്ടുകൊണ്ട് നോക്കി സാത്താൻ നമ്മുടെ മനസ്സുകളെ അകറ്റിക്കൊണ്ടുപോയ. എൻ്റെ ഓർമ്മയുള്ള കാലങ്ങളിൽ ചെറുപ്പകാലത്തൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്തുമാത്രം സ്നേഹമായിരുന്നല്ലേ. നമ്മുടെ ഹിന്ദു സഹോദരന്മാരും മുസ്ലിം സഹോദരന്മാരും ഒക്കെ നമ്മൾക്കൊരു വിവേചനമില്ലായിരുന്നു. സ്നേഹത്തോടെ ഒരുമിച്ച് കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ. എന്നൊക്കെയായിരുന്നു നമ്മൾ കേരളം ദൈവത്തിൻ്റെ നാടെന്നൊക്കെ പറഞ്ഞ എല്ലാ ജാതി ജനതകളും ഒരുപോലെ. അതാണ് ആ ഒരു കാഴ്ചപ്പാടാണ് ഈ ഉത്ഥാനത്തിന് ശേഷം പരിശുദ്ധാത്മാവിന് ശേഷം അപ്പസ്തോലന്മാർക്ക് ലഭിച്ചത്. യാതൊരു വേർതിരിവുമില്ല അവിടെ. ഈ പത്രോസ് ഒരിക്കലും ഇങ്ങനെ അപ്പസ്തോല 10 ഒരു ഇതാണ് സംഭവം. ഇങ്ങനെയാണ് അതിൻ്റെ തുടക്കം. ഇങ്ങനെയാണ് ഇന്നത്തെ വായന അല്പം മുമ്പ്. പത്രോസ് പ്രാർത്ഥിക്കാനായി മട്ടുപ്പാവിലേക്ക് ഒരു ദിവസം പോവുകയായിരുന്നു. ഏകദേശം 6 മണിക്കൂറായിരുന്നു. അതേപോലെ രാവിലെ 6 തൊട്ട് ഉച്ചയ്ക്ക് 6, രാവിലെ 6 മണിക്കാണ് അവരുടെ ഈ മണിക്കൂർ ആരംഭിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിയായി, നല്ല നട്ടുച്ച സമയമാണ്. പ്രാർത്ഥിക്കാനായി മട്ടുപ്പാവിലേക്ക് പോവുകയായിരുന്നു. ഏകദേശം 6 മണിക്കൂറായിരുന്നു. അവന് വിശന്നു. എന്തെങ്കിലും ഭക്ഷിക്കണമെന്ന് തോന്നി അവർ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ അവന് ഒരു ദിവ്യാനുഭൂതിയുണ്ട്, ഒരു വിഷൻ ഉണ്ടായി. ഒരു ദർശനം കർത്താവ് കൊടുത്തു പത്രോസിനും. സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതും വലിയ വിരിപ്പ് പോലുള്ള ഒരു പാത്രം 4 കോണിലും പിടിച്ച് ഭൂമിയിലേക്ക് ഇറക്കുന്നതും അവൻ കണ്ടു. ഭൂമിയിലെ എല്ലാത്തരം നാൽക്കാലികളും ഇഴജന്തുക്കളും ആകാശ പറവുകളും അതിലുണ്ടായിരുന്നു. ഒരു സ്വരവും അവൻ കേട്ടു, പത്രോസേ, എഴുന്നേൽക്കുക, നീ ഇവയെ കൊന്നു ഭക്ഷിക്കുക. പത്രോസ് പറഞ്ഞു, കർത്താവെ, ഒരിക്കലുമില്ല. കാരണം യഹൂദന് ചില മൃഗങ്ങളെ, നമുക്കങ്ങനെയല്ല, ചില മൃഗങ്ങളെയൊക്കെ കൊല്ലുന്നതും ഭക്ഷിക്കുന്നതും ഒക്കെ നിഷിദ്ധമാണ്. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു, ഇല്ല, അങ്ങനെ ഒരിക്കലും, ഇത് തോന്നലായിരിക്കില്ല, കർത്താവൊന്നും ആയിരിക്കത്തില്ല ഇത് പറയുന്നത് പറഞ്ഞ് പത്രോസ് എൻ്റെ ദർശനത്തിൽ തന്നെയാണ്. പത്രോസ് പറഞ്ഞു, കർത്താവ് ഒരിക്കലുമില്ല, മലിനമോ അശുദ്ധമോ ആയ ഒന്നും ഞാൻ ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ല. രണ്ടാമതും അവൻ ആ സ്വരം കേട്ടു. പറഞ്ഞെന്താണ്? ദൈവം വിശുദ്ധീകരിച്ചവ മലിനമെന്ന് നീ കണക്കാക്കരുത്. പ്രിയമുള്ളവരെ, ഇത് മനുഷ്യരെ കുറിച്ചാണ്.
നമ്മളിന്ന് തൊട്ടുകൂടാം, തീണ്ടിക്കൂടാം, അല്ലെങ്കിൽ അവർ കുഴപ്പമില്ല, അവർ സഭയെ ഉപദ്രവിക്കുന്നവരാണ്, അവർ ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാണെന്നൊക്കെ പറയുമ്പോൾ ഇന്ന് പറയും മലിനമാണ്, അവരുടെ അടുത്ത് പോയിക്കൂടാ, അവരെ എതിർക്കണം, അവരെ ഇല്ലാതാക്കണം, അല്ലേ? ഇന്ന് പലരും അങ്ങനെയാണല്ലോ, മറ്റുള്ളവരെ കൊല്ലാനുള്ള ഒരു രീതിയിലുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് ലോകത്തിൽ ഓരോ മനുഷ്യരും നടത്തിക്കൊണ്ടിരിക്കുന്നില്ലേ. മറ്റുള്ളവരെ കൊന്നു കഴിഞ്ഞാൽ അതാണ് നന്മ എന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ യേശുവിൻ്റെ കാഴ്ചപ്പാട് എന്താ നമുക്കറിയാം. യേശുവിൻ്റെ കാഴ്ചപ്പാട് കൊല്ലുക എന്നുള്ളതല്ല, പിന്നെയോ നമ്മുടെ ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടി നൽകുക എന്നാണ്. ഇതാണ് വ്യത്യാസം. ഇന്ന് ലോകത്തിൽ കൊല്ലും കൊലയുമായ പണത്തിനു വേണ്ടി, അല്ലെ മതത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ലോകമോഹങ്ങളുടെ പേരിൽ, അല്ലെ ജഡിക പാവങ്ങളുടെ അടിമയാക്കി കൊല്ലുന്ന, അങ്ങനെ കൊന്നും കൊലവിളിക്കുന്ന ഈ ലോകത്തിൽ യേശുവിൻ്റെ വെളിപ്പെടുത്തൽ നമുക്കറിയാം. യോഹന്നാൻ 15 യേശു അത് വളരെ വ്യക്തമായി ഈ പറഞ്ഞതാണ്. എന്താണ് ഒരു യേശുവിൻ്റെ സന്ദേശം? ഇത് ക്രിസ്ത്യാനി എന്ന് വേണം പറയാം. യേശുവിൻ്റെ സന്തോഷം ഇതാണ്, യേശുവിൻ്റെ വെളിപ്പെടുത്തലാണ്. യോഹന്നാൻ 15 വളരെയധികം കാര്യങ്ങൾ പറഞ്ഞിട്ട് യേശു യോഹന്നാൻ 15:13 ഇങ്ങനെ പറയുന്നുണ്ട്, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഇതാണ് യേശു പറഞ്ഞത്, നീ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഇല്ലാതായി തീരുക. അതാണ് യേശു ബലിയായി കാൽവരിയിൽ നമ്മളെ വീണ്ടെടുക്കാൻ, മനുഷ്യവർഗം മുഴുവനെയും വീണ്ടെടുക്കാൻ, ദൈവമക്കളാക്കി തീർക്കാൻ ദൈവപുത്രൻ മനുഷ്യനെ വന്നുകൊണ്ട് സ്വയം ജീവൻ ബലിയാക്കിയിട്ട് നമ്മളോടും പറയാം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച പെസഹ രാത്രിയിൽ യേശു മറ്റുള്ളവർ അടിമകളാണ് അന്ന് മറ്റുള്ളവരുടെ കാല് കഴിയിരുന്നത്. യേശു ആ അടിമയെ പോലെ ശിഷ്യന്മാരെ കസേരയിരുത്തിയിട്ട് അവരുടെ മുമ്പിൽ മുട്ടുകുത്തി യേശു അവരുടെ കാല് പിടിച്ചെന്ന് പറയുമ്പോൾ സ്നേഹത്തിന്റെ പൂർണ്ണതയായിരുന്നല്ലേ. നമ്മളെക്കാൾ താഴ്ന്ന ഒരാളുടെ കാല് പിടിക്കുന്നത് എന്തുമാത്രമല്ലേ, അവൻ തന്നെ ശൂന്യനാക്കിയെന്നാണ് ഫിലിപ്പിയർ 2 പൗലോസ് പറഞ്ഞ 5-ാമത്തെ വചനത്തിൽ. അവൻ ദൈവമായിരിക്കുക കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി, അവന് മരണത്തോടെ, യഹൂദന്റെ വചന നിയമം പറഞ്ഞ് യഹൂദന് ക്രൂശിക്കപ്പെട്ടാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. യഹൂദനായി ഭൂമിയിൽ പിറന്ന് ജീവിച്ച യേശു മരിച്ചത് കുരിശിലാണ്. ശപിക്കപ്പെട്ട ഒരു മരണം സ്വയം തിരഞ്ഞെടുത്തതാണ്. മനുഷ്യന്റെ ശാപം, മനുഷ്യന്റെ മേലുള്ള ശാപങ്ങളെ ഇല്ലാതാക്കാൻ അവൻ സ്വയം അത് തിരഞ്ഞെടുത്തു, ആ കുരിശ് മരണം. ആണ് യേശുവിന്റെ സന്ദേശം. പ്രിയമുള്ളവരെയും, സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. എന്നാൽ മറ്റുള്ളവരെ കൊല്ലുകയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി നാം ഇല്ലാതെ, ഇതാണ് യഥാർത്ഥ ദൈവിക. കാരണം ദൈവ സ്നേഹമാണെന്ന് ഓർപ്പിച്ചു. 1 യോഹന്നാൻ 4:8 ദൈവം സ്നേഹമാണ്. അപ്പൊ യഥാർത്ഥ ദൈവികത എന്ന് പറയുന്നത് മറ്റുള്ളവരെ കൊല്ലുക, ഇല്ലാതാക്കുകയല്ല. അതന്നെ സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണെന്ന് യോഹന്നാൻ സ്ലീഹ എഴുതി വെച്ചു. 1 യോഹന്നാൻ 3:15 സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കൊലപാതകിയിൽ നിത്യജീവനില്ല, നിത്യതയില്ല, ഒരിക്കലും സ്വർഗത്തിൽ പോകത്തില്ല. മറ്റുള്ളവരെ കൊല്ലുന്നവൻ ഒരിക്കലും സ്വർഗത്തിൽ പോകത്തില്ലെന്നാണ് യോഹന്നാൻ. കാരണം ദൈവ സ്നേഹമാണ്, വേറൊന്നുമില്ല. ദൈവം പ്രതികാരമല്ല, ദൈവ സ്നേഹമാണ്. ഈശോ പറയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ബലിയായി തീരുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന്. അപ്പോൾ ഈ പത്രോസിന്റെ കാഴ്ചപ്പാട്, യഹൂദനായ പത്രോസ് ഒരു വിജാതിയന്റെ വീട്ടിലേക്കൊക്കെ പോകാൻ മടി കാണിച്ചിരുന്ന പത്രോസിനോട് പറയാണ്, നീ താഴുക, ഇല്ലാതായി തീരുക, നിന്റെ ആ കാഴ്ചപ്പാടൊക്കെ ഒന്ന് മാറ്റുക. അതുകൊണ്ടാണ് ഈ അശുദ്ധമായ മൃഗങ്ങളെ ആൾക്കാരുകളെ കൊന്നു ഭക്ഷിക്കുക എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ, ഇല്ലില്ല, ഒരിക്കലും ഞാൻ ചെയ്ത, കാരണം യഹൂദ നിയമം അനുസരിക്കുന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞാണ്, എന്താ, അവന് ദുഃഖവെള്ളിയാഴ്ച കുരിശിൽ മരിച്ചപ്പോൾ അശുദ്ധമായതും മാലിന്യമായതും മ്ലേച്ഛമായതും ശാപഗ്രസ്തമായതും ഒക്കെ യേശു വിശുദ്ധീകരിച്ചു. കുരിശിൽ തന്റെ മരണത്താലെ അവനൊരു പുതിയ അവസ്ഥയിലേക്ക് എല്ലാത്തിനെയും ഉയർത്തുകയാണ്. ജാതികളെന്നോ ജനതയെന്നോ വ്യത്യാസമില്ലാതെ സകല ജാതികളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് സകല മനുഷ്യരെയും, മനുഷ്യവർഗം മുഴുവനെയും ഉള്ളിൽ, ഇന്നലെ നമ്മൾ ചിന്തിച്ചു, മനുഷ്യവർഗം മുഴുവനെയും ദൈവസന്നിധിയിൽ. നമ്മളിന്ന് എല്ലാ മതങ്ങളും എന്താ, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ്, അല്ലേ? ഏത് മതത്തിലും പല കാര്യങ്ങളും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യുന്നത് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് ഈശോ പറഞ്ഞത്, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേറെ ഒരു കാര്യം കൊണ്ടും സാധിക്കുകയില്ല.
സ്വയമില്ലാതായി മറ്റുള്ളവരെ സ്നേഹിക്കുന്ന സ്നേഹം കൊണ്ട് മാത്രമേ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഈ ലോകത്തിൽ ഏത് മതത്തിൽ നോക്കിയാലും മനുഷ്യന് വേണ്ടി, മറ്റുള്ള മനുഷ്യന് വേണ്ടി സ്വയം ബലിയായി തീർന്ന ഒരു മതസ്ഥാപകൻ അല്ലെ ഒരു ദൈവത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ലോകത്തിലേക്ക് വന്നിട്ട് സ്വന്തം ജീവൻ അർപ്പിച്ചുകൊണ്ട് അവർക്ക് പകരമായി അവരെ വീണ്ടെടുക്കാൻ വേണ്ടി ജീവൻ അർപ്പിച്ചത് അത് യേശുക്രിസ്തു മാത്രമാണ്. അറിഞ്ഞുകൊണ്ട് സ്വന്തം ജീവൻ വിട്ടുകൊടുത്ത യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് യേശു തന്നെ പറഞ്ഞതില് ഞാൻ എന്നിലൂടെ അല്ലാതെ പിതാവിൻ്റെ അടുത്തേക്ക് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവെങ്കിലേക്ക്, കാരണം സ്നേഹത്തിൻ്റെ മറ്റുള്ളവർക്ക് വേണ്ടി ബലിയായിരുന്നു അവരെയും ദൈവത്തിന് എത്തിക്കാൻ വേണ്ടി പ്രവചിച്ചതും പ്രവർത്തിച്ചതും പ്രസംഗിച്ചതും യഥാർത്ഥത്തിൽ ജീവനർപ്പിച്ച യേശു ക്രിസ്തു മാത്രം. അതുകൊണ്ട് പത്രോസ്ലീഹ വിളിച്ചു പറഞ്ഞ മറ്റൊരുവൻ രക്ഷയില്ല, ആകാശത്തിന് കീഴ് ഭൂമിയിൽ മനുഷ്യരായ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമവും നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. കാരണം അവനാണ് നമുക്ക് വേണ്ടി സ്വയം ഇല്ലാതായി, അവന് ആ കുരിശുവൻ അറിഞ്ഞുകൊണ്ട് തന്നെ അവനൊരു തെറ്റും ചെയ്യാഞ്ഞിട്ടും നമ്മുടെ വേദനകളാണ്. ഏശയ്യായുടെ പ്രവചനം അവനെക്കുറിച്ചുള്ളത്. യേശുവിൻ്റെ ജനനത്തിന് 750 വർഷം മുമ്പ് ജീവിച്ചെന്ന് ഏശയ്യ പ്രവചിച്ചത് ഇങ്ങനെയായിരുന്നു യേശുവിനെ കുറിച്ച്: നമ്മുടെ പാപങ്ങളാണ് അവൻ വഹിച്ചത്, നമ്മുടെ വേദനകളാണ് അവൻ ചുമന്നത് കുരിശിൽ. നമുക്ക് വേണ്ടിയാണ് അവൻ കുരിശിൽ തറയ്ക്കപ്പെട്ടത്, നമുക്ക് വേണ്ടിയാണ് അവൻ അടികളേറ്റത്. അവൻ്റെ ശരീരത്തിലേറ്റ അടികളാൽ നമ്മുടെ ശരീരത്തിൻ്റെ രോഗങ്ങളെ അവൻ സുഖപ്പെടുത്തി. നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയായി നമുക്ക് ഈ ലോകത്തിൽ വന്നതെല്ലാം അവൻ കാൽവരിയിൽ അത് സ്വന്തം ശരീരത്തിൽ ആ പീഡാസഹനം മുഴുവനും സഹിച്ചത് നമുക്ക് വേണ്ടി, ലോകത്തിലുള്ള സകല ജാതി ജനതകൾക്ക് വേണ്ടിയാണ്. ഇതറിയണം. അത് യഹൂദർക്ക് വേണ്ടി മാത്രമല്ല. ഇപ്പം നമ്മൾ ഈ ക്രിസ്ത്യാനികളെന്ന് പറയുന്നത് നമ്മളൊന്നും യഹൂദരല്ല, നമ്മളൊക്കെ വേറെ ആരൊക്കെ ആയിരുന്നു. എന്നാൽ ഇന്ന് യേശുവിനെ സ്നേഹിക്കുന്നെങ്കിൽ അവനത് ആ സ്നേഹം നമുക്ക് വേണ്ടി കൂടിയാണ് അവൻ മരിച്ചത് നമ്മൾ അറിഞ്ഞത് കൊണ്ടാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പിതാക്കന്മാരൊക്കെ അവർ ഏതോ ജാതിയിലോ ജനതയിലോ പെട്ടവരായിരുന്നു. അവർ തിരിച്ചറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കൂടെ ജീവൻ അർപ്പിച്ചവനാണ് യേശു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മുടെയൊക്കെ പൂർവികന്മാരൊക്കെയും യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങിയത്. അവൻ്റെ ആ സ്നേഹത്തിൽ ഇന്നും നമുക്ക് ഞാൻ പറയും വലിയൊരു ഭാഗ്യം തന്നെയാണ് നമുക്ക് നമ്മുടെ പൂർവികരിലൂടെ നമുക്ക് കിട്ടിയ ആ വലിയ കൃപ. അപ്പൊ ഇന്ന് പത്രോസിനോട് യേശു പറയാണ്, ഇതാ പറഞ്ഞത് എന്താ? ദൈവം, അപ്പോസ്തലപ്രവൃത്തികൾ 10:15, ദൈവം വിശുദ്ധീകരിച്ചവ മലിനമെന്ന് നീ കണക്കാക്കരുത്. ഇതാണ് യോഹന്നാൻ ശ്ലീഹ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. 1 യോഹന്നാൻ 7-ാമത്തെ അധ്യായം 1 യോഹന്നാൻ 1-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം. ഇതാ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ രക്തം നമ്മെ സകല അശുദ്ധിയിൽ നിന്നും സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ കാൽവരിയുടെ സഹനം, അവൻ മുറിവേറ്റപ്പോൾ രക്തം ചിന്തിയത് നമ്മളെ ഓർത്താണ്. നമുക്ക് വേണ്ടിയാണ് അവൻ്റെ രക്തം, അവൻ്റെ സഹനം, അവൻ്റെ പീഡാസഹനം നമ്മളെ വിശുദ്ധീകരിക്കുന്നുവെന്ന്. അതാണ് ഇത്. ദൈവം യേശുക്രിസ്തുവിലൂടെ ദൈവം വിശുദ്ധീകരിച്ചത് ജാതി ജനതകളെ, മറ്റുള്ള മനുഷ്യരെ മലിനമെന്ന് നീ പറയരുത്. ഉടനെ ആ പാത്രം ആകാശത്തേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. ഇതിൻ്റെ അർത്ഥമെന്തെന്ന് അറിയാതെ സംശയിച്ച് നിൽക്കുമ്പോഴാണ് വീട്ടുവാതിക്കൽ ആരോ മുട്ടി വിളിക്കുന്നത്. അവിടെയാണ് കൊർന്നേലിയോസ്, യഹൂദനല്ല, റോമാക്കാരനായ വിജാതീയനായ റോമാക്കാരനെ കൊർന്നേലിയോസിന്റെ വീട്ടിൽ നിന്ന് അവർക്ക് ഉണ്ടായ വെളിപ്പെടുത്തലനുസരിച്ച് പത്രോസിനെ വിളിച്ചുകൊണ്ട് വരാനുള്ള ദർശനം കിട്ടിയതനുസരിച്ച്, അവർക്കും വെളിപ്പെടുത്തൽ കിട്ടിയതനുസരിച്ച് ആൾക്കാർ വന്നിരിക്കുകയായിരുന്നു. എന്നാൽ ഈ ചിന്ത, ഇതായിരുന്നു ദൈവം എന്നോട് സംസാരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് ഉടനെ പുറപ്പെടുകയാണ്. പത്രോസ് അവിടെ ചെന്ന് അവരോട് യേശുവിനെ കുറിച്ചൊക്കെ പ്രസംഗിക്കുകയാണ്. പത്രോസ് പറഞ്ഞത് ഇതാണ്. ഇന്നത്തെ 2-ാമത്തെ വായന അപ്പോസ്തല പ്രവർത്തനങ്ങളിലെ 10:34. പത്രോസ് അവരോട് സംസാരിച്ചു തുടങ്ങി, സത്യമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, നമ്മുടെ ഉള്ളിൽ എഴുതി വെക്കേണ്ട വചനമാണ്, സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും, there is no partiality for God. ദൈവത്തിന് സത്യമായും പക്ഷപാതമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന, സത്യവും നീതിയും പ്രവർത്തിക്കുന്ന എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാകുന്ന, പക്ഷപാതമില്ലെന്നും നീതി പ്രവർത്തിക്കുകയും അവിടുത്തെ ഭയപ്പെടുകയും ചെയ്യുന്ന ആരും ഏതു ജനതയിൽപ്പെട്ടവനായാലും അവിടുത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ സത്യമായും അറിയുന്നു. സമാധാനത്തിന്റെ
സദ്വാർത്ത സകലത്തിൻ്റെയും കർത്താവ് യേശു ക്രിസ്തുവിനോട് വിളംബരം ചെയ്തുകൊണ്ട് ദൈവം തൻ്റെ വചനം അവിടുന്ന് ഇസ്രായേൽ മക്കൾക്ക് നൽകി. യോഹന്നാൻ പ്രസംഗിച്ച ഈ വചനം അന്ന് തൊട്ട് ഇന്ന് വരെ പ്രഘോഷിക്കുകയാണ് പ്രിയമുള്ളവരെ. അല്ലെ, അപ്പസ്തോലന്മാർ കേരളത്തിലേക്ക് വന്ന്, തോമാശ്ലീഹ വന്ന് കേരളത്തിൽ അപ്പസ്തോലന്മാർ എവിടെയെല്ലാം പോയോ അവരെല്ലാം ഇത് പ്രസംഗിച്ചു. ഇതായത് നിങ്ങളെല്ലാവരും ഏത് ജാതിയിൽപ്പെട്ടവനായിരുന്നാലും ഞങ്ങൾ വീണ്ടും അതിൻ്റെ ഒടുവിൽ ഇങ്ങനെ പറയാണ്, ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായ ദൈവം നിയോഗിച്ചിരിക്കുന്നതും അവൻ തന്നെയാണ്, എന്താ യേശുവാണെന്ന് ജനങ്ങളോട് പ്രസംഗിക്കുവാനും സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങൾക്ക് കൽപ്പന നൽകി. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവന്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാർ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുന്നു. ഇതിപ്പോഴല്ല, പ്രവാചകന്മാർ വഴി പ്രവാചിച്ചതാണ്. ഇത് നിറവ് സകല ജാതി ജനതകൾക്കും വേണ്ടിയാണെന്ന് പ്രിയമുള്ളവരെ നമ്മളിന്ന് അറിയണം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞതാണ് ഗലാത്യർ 2 ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനാണ്. എന്നല്ല പറഞ്ഞില്ലേ, യേശു ക്രിസ്തു ദൈവസന്നിധിയിൽ എത്താൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് നമ്മുടെ അശുദ്ധി കൊണ്ട് യേശു അല്ലെ ദൈവം നീതി, പഴയ നിയമത്തില് നീതി പ്രവർത്തിക്കുന്നവരെയാണ് ദൈവം സ്നേഹിച്ചിരുന്നത്. കൽപ്പന പാലിക്കുന്നവരെയാണ് ദൈവം സ്നേഹിച്ചിരുന്നത് പഴയ നിയമത്തില്. ഈ ഭൂമിയിൽ ആരും ഒരുവൻ പോലും ഇല്ലാതെ വന്നപ്പോൾ ദൈവം തന്നെ മനുഷ്യനായി ഇറങ്ങി വന്നുകൊണ്ട് ദൈവം യേശു ക്രിസ്തു നമ്മളെ സ്നേഹിക്കുകയാണ്. ഇന്നലെയൊക്കെ ചിന്തിച്ച് അതേക്കുറിച്ചൊന്നും പോകുന്നില്ല, സമയക്കുറവുണ്ട്. അതായത് പിതാവിന്റെ ഇഷ്ടമുള്ളവനായ പിതാവിന്റെ ഹൃദയത്തിലാണ് എപ്പോഴും യേശു. അത് നമുക്ക് പിതാവിന്റെ അടുത്തേക്ക് വരാൻ പറ്റാതെ നമ്മുടെ പാപവും അശുദ്ധിയും മൂലം ദൈവം പരിശുദ്ധനായതുകൊണ്ട് ദൈവം മനുഷ്യനായി വന്നത് അശുദ്ധരായ മനുഷ്യരെ തന്നോട് ചേർക്കാനാണ്. അതെ, യേശു വന്നത് പാപികളെ തേടിയാണ്, നീതിമാന്മാരെ തേടിയില്ല. പഴയ നിയമത്തിലെ ദൈവം നീതിമാന്മാരെ തേടിയെങ്കിൽ പുതിയ യേശു വന്നത് പാപികളെ തേടിയാണ്. കാരണം എന്താ, ദൈവത്തിന്റെ തിരുമുമ്പിലേക്ക് സകല മനുഷ്യരെ സമർപ്പിക്കുവാനായി പാപമുള്ള മനുഷ്യരെ, അശുദ്ധി ജീവിക്കുന്ന മനുഷ്യരെ യേശു തന്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചു. പാപിനിയെ കല്ലെറിഞ്ഞു കൊല്ലാൻ പഴയ നിയമം പറഞ്ഞിരുന്നെങ്കിൽ യേശു അവളെ സ്നേഹിച്ചുകൊണ്ട് അവളുടെ കരുണ കാണിച്ചുകൊണ്ട് അവളങ്ങനെ ആയത് അവളുടെ കുഴപ്പം കൊണ്ടല്ല, മറ്റനേകരും അവളെ പ്രേരിപ്പിച്ചുകൊണ്ടാണ് അവൾ പാപത്തിന് ഇടയായെന്ന് പറഞ്ഞുകൊണ്ട് യേശു അവളുടെ പാപിനിയായ അവളെ യേശു കരുണ കാണിച്ചുകൊണ്ട് യേശു അവളുടെ ഉള്ളിൽ എല്ലാ മനുഷ്യരെയും ഇന്ന് ലോകത്തില് പാപം ചെയ്ത് നമ്മളെ യേശുവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ നമ്മളെ അവന്റെ ഉള്ളിൽ ഇന്ന് ഈ കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച ലോകമെമ്പാടുമുള്ള സകല ആദ്യം മുതൽ ഇവിടെ അന്ന് ഓർപ്പിച്ചത് സകല ജാതി ജനതകളെയും യേശു സ്നേഹിച്ചുകൊണ്ട് അവന്റെ ഹൃദയത്തിൽ ഏറ്റുകൊണ്ടാണ് യേശു കുരിശിൽ തൂക്കപ്പെട്ടത്. നമുക്ക് പറ്റാത്തത് നാം യേശു അല്ലേ, അവൻ പൗലോസ് ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിതനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ക്രിസ്തുവിന്റെ ഉള്ളിലാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ ഉള്ളിലാണ്. കാരണം ദൈവം മുമ്പിൽ നിൽക്കാനായിട്ട് എനിക്ക് യോഗ്യതയില്ല, യേശുവിന് നിൽക്കാൻ പറ്റും. യേശു ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനാണ്. അതുകൊണ്ട് എന്നെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവളാക്കി മാറ്റാൻ യേശു എന്നെ മനുഷ്യവർഗം മുഴുവനെയും പാപികളെ യേശുവിൻ്റെ ഉള്ളിൽ ഹൃദയപൂർവ്വം സ്നേഹിച്ചു. യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് യേശു പിതാവിൻ്റെ ഉള്ളിലാണ്. യോഹന്നാൻ 14:20 ആ വചനം എപ്പോഴും നമ്മൾ ധ്യാനിക്കുന്നതാണല്ലോ. ആ ദിവസം നിങ്ങൾ അറിയും, യേശു പറയാൻ ഞാൻ പിതാവിന്റെ ഉള്ളിലും നിങ്ങൾ എൻ്റെ ഉള്ളിലും ഞാൻ നിങ്ങളുടെ ഉള്ളിലും. അതായത് പാപിയായി എന്നെ എത്രമാത്രം സ്നേഹിച്ചുവെന്ന് അറിയുമ്പോഴാണ് എൻ്റെ ഉള്ളിൽ യേശുവിനെ സ്നേഹിക്കാനുള്ള പ്രേരണ എനിക്ക് ലഭിക്കുക. നാം പാപികളായിരിക്കെ ക്രിസ്തു നമ്മളെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മരിച്ചു. ആ സ്നേഹത്തെ ഓർക്കുമ്പോഴാണ് എൻ്റെ ഉള്ളിൽ അവനെ സ്നേഹിക്കാൻ, അങ്ങനെ എൻ്റെ ഉള്ളിൽ അവനെ സ്വീകരിക്കാൻ എന്ന് കുദാശിയായി വിശുദ്ധ കുർബാനയായി വചനമായിട്ടൊക്കെ എൻ്റെ ആത്മാവിൽ നീ ഒന്ന് വസിക്കണമെന്ന് പറയുന്ന ഒരു മേഖല. ആ ദിവസം നിങ്ങൾ അറിയുന്ന പ്രിയമുള്ളവർ, ഇത് വലിയൊരു മേഖലയാണ്. അങ്ങനെ പൗലോസ് പറഞ്ഞത് ഞാൻ ക്രിസ്തുവിൻ്റെ ഉള്ളിലാണ്, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം ഇല്ലേ, നമ്മുടെ ആത്മാവിൽ വസിച്ചുകൊണ്ട് എൻ്റെ കസിൻ എന്നെ ഓർപ്പിച്ച ആ വചനം, അതായത് ഇന്ന് ഭൂമിയിൽ നടക്കുകയാണ്. ഞാൻ പറയും നമ്മുടെ ഉള്ളിലാണ് നടക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ദൈവം നമ്മുടെ കാൽപാദങ്ങളിൽ സഞ്ചരിക്കുന്ന ദൈവമാണ്. ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ആര് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്നവരുടെ ഉള്ളില് ദൈവ സ്നേഹമാണ്. ആ സ്നേഹമായ ദൈവം നമ്മിൽ വസിച്ചുകൊണ്ട്, ആത്മാവിൽ വസിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ജീവിക്കുന്ന ഒരു ദൈവമാണ്. ഇനിമേൽ എൻ്റെ ജീവിതം, ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ എത്രമാത്രം ഇനിയും മാറേണ്ടിയിരിക്കും. നമ്മൾ അവരെ ഇവരും വെറുക്കുകയും വാശിയും വൈരാഗ്യം അല്ലേ, നമുക്ക് അവരെ തൊട്ടുകൂടെ അവർ നമ്മളെ ഉപദ്രവിക്കുന്ന അവരോട് നമ്മൾ അതിൽ നിന്ന് ഓവർകം ചെയ്യണം. ഇത് വലിയൊരു മേഖലയാണ്. കൊളോസ് ലേഖനത്തില്
ക്രിസ്തുവിനോടൊപ്പം വീണ്ടും എന്ന് പറയുന്ന കൊളോസ്യ ലേഖനത്തിൽ നിന്ന് ഒരു വായന, ക്രിസ്തുവിനോടൊപ്പം, കൊളോസ്യ ലേഖനം 3, ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലത്ത് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോഴും. ഓർത്തു നോക്കി, യേശു പിതാവിൻ്റെ വലത്തുഭാഗത്താണെങ്കിൽ നമ്മളും അവൻ്റെ ഉള്ളിൽ, അവനിൽ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ അവൻ്റെ ഉള്ളിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത്. നമ്മുടെ ആരുടെയും പ്രവൃത്തി കൊണ്ടൊന്നും അല്ല ഇത്. അതെ, പരിശുദ്ധ പരമാ ദൈവകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതെ, അവൻ കല്ലറയിലില്ല, അവന്റെ കല്ലറ ശൂന്യമായി, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പെന്തക്കോസ്താ നാളിൽ പരിശുദ്ധാത്മാവായി വന്ന് തിരുസഭ സ്ഥാപിച്ച വിശ്വസിക്കുന്ന യേശു, വിശ്വസിക്കുന്ന സ്നേഹം കൊണ്ട് നീതി പ്രവർത്തിക്കുന്ന സ്നേഹമുള്ള എല്ലാ ഹൃദയങ്ങളിലും എന്നിലും നിങ്ങളിലും ഈശോ വസിക്കുന്നു. ഈസ്റ്റർ, ഹല്ലേലൂയ, അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നമ്മിൽ ജീവിച്ചു, നമ്മളിൽ തിരുസഭയെ ജീവിക്കുന്ന ആ ഒരു ചിന്ത നമ്മളെ പരസ്പരം സ്നേഹിക്കാനും ക്ഷമിക്കാനുമുള്ള ആ ശക്തി നമുക്ക് നൽകട്ടെ. അവന്റെ ഉത്ഥാന ശക്തി, ഉയർപ്പിന് ശക്തി നമ്മളിൽ നിറയട്ടെ. ആ ശക്തിയാണ് പത്രോസിനെ കൊർന്നേലിയോസിന്റെ വീട്ടിലേക്ക്, വിജാതീയനായ കൊർന്നേലിയോസിന്റെ വീട്ടിലേക്ക് നയിച്ചു കൊണ്ടുപോയത്. ആ ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ, തിരുസഭയുടെ ഉള്ളിലുള്ള എല്ലാ വിഭാഗീയതയും മാറാനും മറ്റുള്ളവരെ ദൈവം കാണുന്ന പോലെ കാണുവാനുമുള്ള ആ യേശുവിന്റെ ഉത്ഥാനത്തിന്റെ അഭിഷേകം നമ്മളെല്ലാവരിലും നിറയട്ടെ. എല്ലാവർക്കും യേശുവിന്റെ ഉത്ഥാനത്തിന്റെ സന്തോഷവും പ്രത്യാശയും നമ്മുടെ ഉള്ളം മുഴുവൻ, ലോകം മുഴുവനും നിറയട്ടെ. ആമേൻ.